പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. നിത്യസ്തുതിക്കേറ്റം യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്കേറ്റം യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്കേറ്റം യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, കൃപയുടെ സമയത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് നമുക്ക് നന്ദി അർപ്പിക്കാം. ഓരോ ദിവസവും കർത്താവ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയും നമുക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ അവൻ എത്രമാത്രം കരുതലാണ് നമ്മുടെ ഓരോരുത്തരെയും ജീവിതത്തിൽ കാണിച്ചുകൊണ്ടിരിക്കുക. അവൻ എത്രമാത്രം നമ്മുടെ ഓരോരുത്തരെയും സ്നേഹിക്കുന്നു. ആ സ്നേഹം തിരിച്ചറിയുവാനുള്ള നിമിഷമാണ് ഈ കൃപയുടെ സമയം. ഇന്ന് ഈ കൃപയുടെ സമയത്ത് നാം ആയിരിക്കുമ്പോൾ ലൂക്കായുടെ സുവിശേഷം 7-ാം അധ്യായം 36 മുതൽ 50 വരെയുള്ള തിരുവചനങ്ങൾ വായിച്ച് നമുക്ക് ധ്യാനിക്കാം. ഫരിസേയരിൽ ഒരുവൻ തന്നോടൊത്ത് ഭക്ഷണം കഴിക്കാൻ അവനെ ക്ഷണിച്ചു. യേശു അവൻ്റെ വീട്ടിൽ പ്രവേശിച്ച് ഭക്ഷണത്തിനിരുന്നു. അപ്പോൾ ആ പട്ടണത്തിലെ പാപിനിയായ ഒരുവൻ ഫരിസേയന്റെ വീട്ടിൽ അവൻ ഭക്ഷണത്തിനിരിക്കുന്നു എന്നറിഞ്ഞ് ഒരു വെൺകൽഭരണി നിറയെ സുഗന്ധ തൈലവുമായി അവിടെ വന്നു. അവൾ അവൻ്റെ പിന്നിൽ പാദത്തിനരികെ കരഞ്ഞുകൊണ്ട് നിന്നു. കണ്ണീര് കൊണ്ട് അവൾ അവൻ്റെ പാദങ്ങൾ കഴുകുകയും തലമുടി കൊണ്ട് തുടയ്ക്കുകയും ചുംബിക്കുകയും സുഗന്ധ തൈലം പൂശുകയും ചെയ്തു. അവനെ ക്ഷണിച്ച ആ ഫരിസേയൻ ഇത് കണ്ട് സ്വഗതമായി പറഞ്ഞു, ഇവൻ പ്രവാചകൻ ആണെങ്കിൽ തന്നെ സ്പർശിക്കുന്ന സ്ത്രീ ആരെന്നും ഏത് തരക്കാരി എന്നും അറിയുമായിരുന്നു. ഇവൾ ഒരു പാപിനി ആണല്ലോ. യേശു അവനോട് പറഞ്ഞു, ശിമിയോനെ, എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ട്. ഗുരു അരുളി ചെയ്താലും എന്ന് അവൻ പറഞ്ഞു. ഒരു ഉത്തമണ്ണന് 2 കടക്കാർ ഉണ്ടായിരുന്നു. ഒരുവൻ 500 മറ്റവൻ 50 ദിനാർ കടപ്പെട്ടിരുന്നു. വീട്ടാൻ കഴിവില്ലാത്തത് കൊണ്ട് ഇരുവർക്കും അവൻ ഇളച്ചു കൊടുത്തു. ആ 2 പേരിൽ ആരാണ് അവനെ കൂടുതൽ സ്നേഹിക്കുക? ശിവൻ മറുപടി പറഞ്ഞു, ആർക്ക് അവൻ കൂടുതൽ ഇളവ് ചെയ്തോ അവൻ എന്ന് ഞാൻ വിചാരിക്കുന്നു. അവൻ പറഞ്ഞു, നീ ശരിയായി തന്നെ വിധിച്ചു. അനന്തരം യേശു ആ സ്ത്രീയുടെ നേരെ തിരിഞ്ഞ് ശിമിയോനോട് പറഞ്ഞു, നീ ഈ സ്ത്രീയെ കാണുന്നല്ലോ. ഞാൻ നിന്റെ വീട്ടിൽ വന്ന് കാല് കഴുകാൻ നീ എനിക്ക് വെള്ളം തന്നില്ല. എന്നാൽ ഇവൾ കണ്ണീര് കൊണ്ട് എൻ്റെ കാല് കഴുകുകയും തലമുടി കൊണ്ട് തുടയ്ക്കുകയും ചെയ്തു. നീ എനിക്ക് ചുംബനം തന്നില്ല. എന്നാൽ ഞാനിവിടെ പ്രവേശിച്ചത് മുതൽ എൻ്റെ പാദങ്ങൾ ചുംബിക്കുന്നതിൽ നിന്ന് അവൾ വിരമിച്ചിട്ടില്ല. നീ എൻ്റെ തലയിൽ തൈലം പൂശിയില്ല. ഇവളോ എൻ്റെ പാദങ്ങളിൽ സുഗന്ധ തൈലം പൂശിയിരിക്കുന്നു. അതിനാൽ ഞാൻ നിന്നോട് പറയുന്നു, ഇവളുടെ നിരവധിയായ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. എന്നാൽ ഇവൾ അധികം സ്നേഹിച്ചു. ആരോട് അല്പം ക്ഷമിക്കപ്പെടുന്നുവോ അവൻ അല്പം സ്നേഹിക്കുന്നു. അവൻ അവളോട് പറഞ്ഞു, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. അവനോട് കൂടെ പന്തിയിലിരുന്നവർ പരസ്പരം പറയാൻ തുടങ്ങി, പാപങ്ങൾ ക്ഷമിക്കുക പോലും ചെയ്യുന്ന ഇവൻ ആരാണ്? അവൻ അവളോട് പറഞ്ഞു, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. സമാധാനത്തോടെ പോവുക. സ്നേഹമുള്ളവരെ, പാപിനിക്ക് മോചനം നൽകുന്ന ഈ ഒരു ഉപമ കർത്താവ് പറയാനിടയായ സാഹചര്യം വളരെ മനോഹരമായി ലൂക്കാസ് സുവിശേഷകൻ വിവരിക്കുന്നുണ്ട്. ഒരു ഫരിസേയനായ ശിമിയോൻ തൻ്റെ ഭവനത്തിൽ യേശുവിനെ ഭക്ഷണത്തിന് വേണ്ടി വിളിക്കുന്ന ഒരു രംഗം. മറ്റു ഫരിസേയരെ പോലെ എല്ലാവരും യേശുവിനെതിരെ പ്രവർത്തിച്ചവർ ആയിരുന്നില്ല. ഇവിടെ ഈ ശിമിയോൻ യേശുവിനെ തൻ്റെ വീട്ടിൽ ഭക്ഷണത്തിനിരിക്കും ക്ഷണിക്കുമ്പോൾ പൂർണ്ണമായ ഒരു ആദരം കാണിക്കാതെ പോകുന്നത് യേശു എടുത്തു കാണിക്കുന്നുണ്ട്. സാധാരണ യഹൂദന്റെ ഭവനത്തിലേക്ക് ഒരു വ്യക്തിയെ ക്ഷണിക്കുമ്പോൾ ചെയ്യേണ്ട കടമകൾ എന്തൊക്കെയാണെന്ന് കൃത്യമായിട്ട് യേശുവിന് അറിയാമായിരുന്നു. അപ്പോൾ അതൊന്നും ചെയ്യാതെ ശിമിയോൻ എന്തിനായിരിക്കും യേശുവിനെ തൻ്റെ ഭവനത്തിലേക്ക് ക്ഷണിച്ചിട്ടുണ്ടാവുക? ഒരു പക്ഷേ എല്ലാവരുടെയും ശ്രദ്ധ ആകർഷിക്കുവാൻ വേണ്ടിയായിരിക്കാം, അല്ലെങ്കിൽ സമൂഹത്തിലെ പ്രമുഖരെ തൻ്റെ സുഹൃത്താക്കി മാറ്റണമെന്ന ആഗ്രഹമുള്ളത് കൊണ്ടായിരിക്കാം. ആ സമയത്ത് അറിയപ്പെട്ടുകൊണ്ടിരുന്ന ഒരു വ്യക്തിയെ യേശുവിനെ തൻ്റെ ഭവനത്തിലേക്ക്
അവൻ ക്ഷണിക്കുന്നത്. അത് ആ ഒരു ആഗ്രഹത്തോടെ ആയതുകൊണ്ടായിരിക്കണം ഒരു അതിഥിയെ ക്ഷണിക്കുമ്പോൾ ചെയ്യേണ്ട മര്യാദകൾ അവൻ ചെയ്യാതെ പോകുന്നു. കാരണം മറ്റുള്ളവരുടെ മുമ്പിൽ അവനെ ക്ഷണിച്ചു, അതേസമയം തനിക്ക് അവനിൽ കൂടുതൽ വിശ്വാസമൊന്നുമില്ല. എൻ്റെ പേരിന് വേണ്ടി, എൻ്റെ മഹിമയ്ക്ക് വേണ്ടി, എൻ്റെ പ്രതാപത്തിന് വേണ്ടി ഞാൻ ചെയ്യുന്ന ഒരു പ്രക്രിയ, അതിനപ്പുറത്തേക്ക് അവൻ ചിന്തിക്കുന്നില്ല. അതുകൊണ്ടാണ് ഒരു അതിഥിയോട് കാണിക്കേണ്ട മര്യാദകൾ ആ ഫരിസേയൻ മറന്നുപോയത്. എന്നാൽ യേശുവിൽ നിന്ന് എന്തൊക്കെയോ കൃപകൾ ലഭിച്ചവളാണ് ആ പാപിനി എന്ന് അവളുടെ ആ പെരുമാറ്റത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. യേശുവിൻ്റെ കൃപ ലഭിച്ചവളായിരുന്നു അവൾ. യേശുവിനെ അനുഭവിച്ചത് കൊണ്ട് തന്നെ ഇവിടെ യേശു ശിമിയോന്റെ ഭവനത്തിൽ ഭക്ഷണത്തിലിരിക്കുന്നു എന്ന് കേട്ടപ്പോൾ തന്നെ അവൾ ഓടി യേശുവിനെ കാണുവാൻ എത്തി എന്നുള്ളതാണ്. അതിൽ നിന്ന് തന്നെ എത്രമാത്രം ആഗ്രഹത്തോടെ ഈ ഒരു അവസരത്തിന് വേണ്ടി അവൾ കാത്തിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അവൾ യേശുവിൻ്റെ അടുക്കിലേക്ക് എത്തി, യേശുവിൻ്റെ പാദത്തിൽ ഇരിക്കുന്നു, യേശുവിൻ്റെ പാദങ്ങൾ കണ്ണുനീര് കൊണ്ട് കഴുകുന്നു, തലമുടി കൊണ്ട് തുടയ്ക്കുന്നു, അവസാനം ചുംബിക്കുന്നു. ഒരു യഹൂദ തൻ്റെ അതിഥിയോട് ചെയ്യേണ്ട മര്യാദയുടെ ഭാഗമാണ് ഇതെല്ലാം എന്നുള്ളതാണ്. ഒരു വ്യക്തി തൻ്റെ ഭവനത്തിലേക്ക് കടന്നു വരുമ്പോൾ അവൻ ആദ്യം ചെയ്യേണ്ടത് ആ വ്യക്തിയുടെ തോളത്ത് പിടിച്ചുകൊണ്ട് സ്നേഹചുംബനം നൽകിയാണ് തൻ്റെ ഭവനത്തിലേക്ക് വിളിക്കുക. അതുപോലെ തന്നെ പുറത്തുനിന്ന് വരുമ്പോൾ കാലുകളിൽ പൊടി ഉണ്ടാകാനുള്ള സാഹചര്യമുണ്ട്. അതുകൊണ്ട് അവൻ്റെ കാല് കഴുകുവാൻ അവൻ വെള്ളം കൊടുക്കണം. പിന്നെ തൻ്റെ ആ ഒരു ഭക്ഷണശാലയിലേക്ക് ക്ഷണിക്കുമ്പോൾ അതിൻ്റെ ബഹുമാന സൂചകമായിട്ട് തലയിൽ തൈലം പൂശുന്ന ഒരു ഭാഗം കൂടിയുണ്ട്. എന്നാൽ ഇതെല്ലാം ശിമിയോൻ മറന്നുപോയി എന്നുള്ളതാണ്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശിമിയോന്റെ മനസ്സിൽ ഉണ്ടായിരുന്നില്ല. അതിനർത്ഥം അവൻ യേശുവിന് അത്രമാത്രമേ വില കൽപ്പിച്ചുള്ളൂ. യേശുവിനെ തൻ്റെ വീട്ടിലേക്ക് ഭക്ഷണത്തിന് ക്ഷണിച്ചു എന്നുള്ളതാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് തനിക്കൊന്നും ഇല്ല എന്ന ഒരു പ്രഖ്യാപനം കൂടിയായിരുന്നു അവൻ്റെ ആ ഒരു പെരുമാറ്റം. അതോടൊപ്പം തന്നെ യേശുവിനെ കുറിച്ച് അവൻ ഒത്തിരിയേറെ ചിന്തിച്ചിരുന്നു എന്ന് നമുക്കറിയുവാൻ സാധിക്കും. കാരണം യേശുവിനെ തൻ്റെ വീട്ടിലേക്ക് വിളിക്കുമ്പോൾ ശിമിയോൻ പ്രതീക്ഷിച്ചിരുന്ന ഒരു കാര്യം, അവനൊരു പ്രവാചകനാണ്, അവനൊരു വലിയ പ്രവാചകനാണ്. അതുകൊണ്ടാണ് മറ്റുള്ളവരുടെ ശ്രദ്ധ ആകർഷിക്കുവാൻ വേണ്ടി ശിമിയോൻ യേശുവിനെ തൻ്റെ ഭവനത്തിലേക്ക് ക്ഷണിച്ചത്. പക്ഷേ താൻ വിചാരിക്കുന്ന പോലെ അത്ര വലിയ പ്രവാചകനൊന്നുമല്ല യേശു എന്ന ഒരു ചിന്തയാണ് ഈ പാപിനിയായ സ്ത്രീ യേശുവിൻ്റെ പാദത്തിൽ ഇരുന്നു കൊണ്ട് ഇതുപോലെ പ്രവർത്തിച്ചപ്പോൾ ശിമിയോന് തോന്നിയത്. കാരണം ഒരു പാപിനിയാണ് അവൻ്റെ പാദത്തിൽ ഇരിക്കുന്നത് എന്ന് അവൻ തിരിച്ചറിയുന്നില്ല. അവനൊരു പ്രവാചകനായിരുന്നെങ്കിൽ തീർച്ചയായും ആ കാര്യം അവൻ തിരിച്ചറിയുമായിരുന്നു. പക്ഷേ ഇവിടെ അവൻ തിരിച്ചറിയുന്നില്ലല്ലോ എന്നൊരു ചിന്ത അവനെ മുന്നോട്ട് നയിക്കുന്നുണ്ട്. അവൻ്റെ മനസ്സിലെ ആ സംശയം തീർച്ചയായും തിരിച്ചറിഞ്ഞത് കൊണ്ടായിരിക്കണം യേശു അവനോട് ആ ഒരു ഉപമ പറഞ്ഞത്. താൻ അവതരിപ്പിച്ച ആ ഉപമയിലൂടെ അവൻ്റെ മനസ്സിൽ ഉദിച്ച സംശയത്തിനുള്ള ഉത്തരമാണ് യേശു കൊടുക്കുന്നത്. അവൻ എന്താണ് ചിന്തിക്കുന്നത് എന്ന് പോലും മനസ്സിലാക്കുവാൻ തനിക്ക് സാധിക്കുന്നുണ്ട് എന്നുകൂടിയാണ് അതിലൂടെ യേശു അവനെ അറിയിച്ചത് എന്ന് വേണമെങ്കിലും നമുക്ക് പറയാം. അവനോട് തന്നെ അതിൻ്റെ അഭിപ്രായം ചോദിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഇളവ് നൽകിയവനായിരിക്കും തീർച്ചയായും ആ യജമാനെ സ്നേഹിക്കുക, ആ യജമാനോട് കൂടുതൽ ബഹുമാനം കാണിക്കുക. കാരണം തനിക്ക് തിരിച്ചു വീട്ടുവാൻ സാധിക്കാത്ത വലിയൊരു കടം ഇതാ തൻ്റെ യജമാനൻ തനിക്ക് ഇളച്ച് നൽകിയിരിക്കുന്നു. ആ ഒരു ഇളവ് തീർച്ചയായും അവൻ്റെ ജീവിതത്തിൽ അവന് ആഹ്ലാദിക്കാവുന്ന ഒന്നായിട്ട് മാറും. ഇതെല്ലാം അവൻ്റെ മുമ്പിൽ ഒരു ഉപമയായിട്ട് യേശു അവതരിപ്പിക്കുമ്പോൾ ശിമിയോന് കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ സാധിച്ചു. അതിനുശേഷം അവനിൽ നിന്ന് താൻ പ്രതീക്ഷിച്ച പലതും തനിക്ക് ലഭിച്ചിട്ടില്ല എന്ന് അവനെ ബോധ്യപ്പെടുത്തുന്ന ഒരു രംഗമാണ് പിന്നീട് കാണുന്നത്. ഒരു അതിഥിയോടുള്ള മര്യാദ തന്നെ ക്ഷണിച്ചപ്പോൾ നീ നിർവഹിച്ചിട്ടുണ്ടോ? യേശു പറയാതെ അവനോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണത്. അവൻ ചെയ്യാതിരുന്ന
ഓരോ കാര്യങ്ങളുടെ ലിസ്റ്റ് അവൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ ഇതിലൂടെ നീ ഇതെല്ലാം ചെയ്യേണ്ടതായിരുന്നില്ലേ, എന്നാൽ ഞാനിവിടെ വന്നപ്പോൾ ഇതെല്ലാം നീ ചെയ്തായിരുന്നോ എന്ന ഒരു കുറ്റപ്പെടുത്തലും നമുക്കവിടെ കാണുവാൻ സാധിക്കും. അതോടൊപ്പം തന്നെ തന്നെ സമീപിച്ച ആ പാമ്പിനെയോടുള്ള ഒരു തലോടൽ കൂടി നമുക്കവിടെ കാണാം. നീ ഇതെല്ലാം ചെയ്യാൻ വിട്ടുപോയപ്പോൾ ആ വന്ന നിമിഷം മുതൽ തനിക്കിതെല്ലാം ചെയ്തു തന്നുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി ഇവിടെയുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ അവളെ പാപി എന്നായിരിക്കും മുദ്രകുത്തുന്നത്, പക്ഷേ അവൾ എൻ്റെ മുമ്പിൽ എനിക്ക് വേണ്ടി ഒരു അതിഥിയോട് ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നവളാണ്. അവളെ എങ്ങനെ ഉപേക്ഷിക്കുവാൻ താൻ തയ്യാറല്ല എന്നൊരു പ്രഖ്യാപനം കൂടിയായിരുന്നു അത്. പ്രിയമുള്ളവരെ, ഇതെല്ലാം പറഞ്ഞതിന് ശേഷം യേശു ആ പാപനിയായ സ്ത്രീയുടെ ജീവിതത്തിലേക്ക് നോക്കുകയാണ്. തൻ്റെ പാദത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ എളിമപ്പെടുത്തുന്ന ഒരു സ്ത്രീ. താൻ ഒരു പാപിയാണ്, യേശുവിൻ്റെ മുമ്പിൽ നിൽക്കാൻ വേണ്ട യോഗ്യത പോലും തനിക്കില്ല. ആ ഒരു ബോധ്യത്തിൽ അവൾ എളിമയോടെ യേശുവിൻ്റെ പാദത്തിങ്കലായിരിക്കുകയാണ്. എളിമയോടെ യേശുവിൻ്റെ പാദത്തിങ്കൽ ഇരുന്നു കൊണ്ടാണ് അവൾ തൻ്റെ അനുതാപത്തിൻ്റെ കണ്ണുനീർ ആ പാദങ്ങളിലേക്ക് ചൊരിഞ്ഞത്. തൻ്റെ കണ്ണുനീര് കൊണ്ട് ആ പാദങ്ങൾ കഴുകുകയും അതോടൊപ്പം തന്നെ തൻ്റെ തലമുടി കൊണ്ട് അത് തുടയ്ക്കുകയും ചെയ്യുമ്പോൾ തൻ്റെ പാപക്കറകളാണ് അവൾ അവിടെ കഴുകി വൃത്തിയാക്കുന്നത്. കർത്താവേ, ഈ കണ്ണുനീർ തുള്ളികൾ ഞാൻ ചെയ്തു പോയ പാപങ്ങളാണ്. എന്നെ ദൈവസ്നേഹത്തിൽ നിന്നും അകറ്റിയിട്ടുള്ള ഓരോ കാര്യങ്ങളാണ് എൻ്റെ ഈ കണ്ണുനീരിലൂടെ നിന്റെ പാദങ്ങളിലേക്ക് ഒഴുകിയിറങ്ങുന്നത്. കർത്താവേ, നിന്റെ പാദത്തിൽ നിന്ന് ഞാനിത് തുടച്ചു മാറ്റുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ വീണ കറയാണ് ഞാൻ തുടച്ചു മാറ്റുന്നത്. അങ്ങ് നൽകിയ വെൺവസ്ത്രം ഞാൻ പൂർണ്ണമായും കറയുള്ളതാക്കി മാറ്റി. എൻ്റെ പാപങ്ങളിലൂടെ ഞാൻ നിരന്തരം അതിലേക്ക് കൂടുതൽ കൂടുതൽ കറകൾ കൊണ്ടുവന്നു. ഇതാ ഈ നിമിഷം നിന്റെ പാദത്തിങ്കൽ വച്ച് അതെല്ലാം എൻ്റെ ഹൃദയത്തിൽ നിന്നും ഞാൻ എടുത്തു മാറ്റുന്നു. അതിനുശേഷം ആ പാദത്തിൽ ചുംബിക്കുമ്പോൾ അവൾ യേശുവിന് നന്ദി പറയുകയാണ്. ആ യേശുവിൻ്റെ പാദത്തിൽ ഇതുപോലെ ഇരിക്കുവാൻ സാധിച്ചതിന്, തൻ്റെ അവസ്ഥ എന്താണെന്ന് തിരിച്ചറിഞ്ഞിട്ടും അവളെ ഉപേക്ഷിക്കാതിരുന്നതിന്, മറ്റുള്ളവരുടെ മുമ്പിൽ വച്ച് അപമാനിക്കാതിരുന്നതിന്. ഒരുപക്ഷേ അവൾ ഒരു പാപിനിയാണ് എന്ന് മറ്റുള്ളവർ തിരിച്ചറിഞ്ഞ് അവളുടെ വഴിമുടക്കാതിരുന്നത് ഒരുപക്ഷെ യേശു അവിടെ ഉണ്ടായിരുന്നത് കൊണ്ടായിരിക്കാം. അല്ലെങ്കിൽ ഒരിക്കലും ഇതുപോലെ ഒരു വിരുന്ന് നടക്കുന്ന സ്ഥലത്ത് തനിക്ക് പ്രവേശിക്കുവാൻ സാധിക്കുകയില്ല എന്ന് അവൾക്ക് പൂർണ്ണമായ ബോധ്യമുണ്ടായിരുന്നു. ഇതെല്ലാം മനസ്സിലാക്കി അവൾ യേശുവിൻ്റെ മുമ്പിൽ തൻ്റെ അവസ്ഥ അംഗീകരിക്കുകയും അതോടൊപ്പം യേശുവിന് തന്നെ പൂർണ്ണമായി വിട്ടു നൽകുകയും ചെയ്യുന്ന ഒരു രംഗമാണ് നമ്മളവിടെ കാണുക. യേശു അവളെ കൈപിടിച്ചുയർത്തുന്നു. അവളോട് പറയുന്നത്, മകളെ, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. നിന്റെ വിശ്വാസം അതൊന്നു മാത്രമാണ് നിനക്ക് രക്ഷ പ്രദാനം ചെയ്തത്. നിനക്ക് എൻ്റെ അടുത്തേക്ക് വരാനുള്ള വിശ്വാസമുണ്ടായത് നിന്റെ പാപം ഞാൻ ക്ഷമിക്കും എന്ന ബോധ്യമുണ്ടായിരുന്നുകൊണ്ടാണ്. അതിനാ മകളെ, നിന്റെ വിശ്വാസം ഈ നിമിഷം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. നീ സമാധാനത്തോടെ പോവുക. നിന്റെ മനസ്സിലെ ആകുലതകളും വ്യാധികളും എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് നിനക്ക് ഇവിടെ നിന്നും സമാധാനത്തോടെ പോകാം. കാരണം നിന്റെ പാപങ്ങൾ ഈ നിമിഷം ഞാൻ പൂർണ്ണമായും ക്ഷമിച്ചിരിക്കുന്നു. ഇതിലൂടെ താൻ ഒരു രക്ഷകൻ കൂടിയാണ് എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുകയാണ് കർത്താവ് ചെയ്യുന്നത്. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഒരു പ്രവാചകൻ മാത്രമല്ല, മറിച്ച് താൻ ഒരു രക്ഷകൻ കൂടിയാണ്. ദൈവത്തിന് മാത്രം കഴിയുന്ന പാപം ക്ഷമിക്കാൻ ഉള്ള അധികാരം തനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ഞാൻ നിങ്ങളുടെ ഓരോരുത്തരുടെയും രക്ഷകനാണ്, വിമോചകനാണ് എന്ന് ആ നിമിഷം കർത്താവ് പറയാതെ പറയുകയായിരുന്നു. അവളുടെ ജീവിതത്തിൽ രക്ഷകനായിട്ട് ആ നിമിഷം അവിടുന്ന് അവതരിച്ചു. പ്രിയമുള്ളവരെ, എന്നും നമ്മുടെ ജീവിതത്തിലും ആ ഒരു രക്ഷകൻ കടന്നു വരുന്നുണ്ട്. ആ ഒരു ബോധ്യത്തിൽ കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ട്
നമ്മളെ തന്നെ ദൈവത്തിന് സമർപ്പിക്കുവാനും കർത്താവിൻ്റെ സന്നിധിയിൽ കൂടുതൽ അനുഗ്രഹത്തിന് വേണ്ടി നമ്മളെ വിട്ടു നൽകുവാനും നമുക്ക് പരിശ്രമിക്കാം. നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിച്ച നല്ലവനായ തമ്പുരാന് നമുക്ക് പ്രത്യേകം നന്ദി അർപ്പിക്കാം. ഇന്ന് നമ്മൾ വായിച്ചു കേട്ട ആ സവിശേഷ ഭാഗത്ത് ആ പാപിനിയായ സ്ത്രീക്ക് യേശുവിൽ വലിയ വിശ്വാസമുണ്ടായിരുന്നു. ആ വിരുന്നിന് കൂടിയിരിക്കുന്ന മറ്റെല്ലാവരും തന്നെ എതിർത്താലും യേശു എന്നെ കൈവിടില്ല. യേശുവിന് എന്നെ മനസ്സിലാക്കുവാൻ സാധിക്കും. ഞാൻ ആഗ്രഹിക്കുന്ന രക്ഷ അവന് പ്രദാനം ചെയ്യാൻ സാധിക്കും എന്ന ആ ഒരു ബോധ്യത്തിൽ നിന്നാണ് അവൾ യേശുവിലേക്ക് എത്തിയതും യേശുവിൽ നിന്നും ആ കൃപ ഏറ്റുവാങ്ങിയതും. പ്രിയമുള്ളവരെ, ഈ പാവനി തൻ്റെ മനസ്സിൽ കരുതിയതുപോലെ അവൾക്ക് നേടിയെടുക്കാൻ സാധിച്ചത് അവളുടെ ആ ഒരു വാശി കൊണ്ട് മാത്രമാണ്. നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ പ്രതികൂലമായ സാഹചര്യങ്ങൾ കടന്നു വരുമ്പോൾ ചുറ്റും കൂടി നിൽക്കുന്നവരെല്ലാം നമ്മളെ എതിർക്കുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് യേശുവിൻ്റെ അടുക്കിലേക്ക് ചെന്ന് യേശുവിനെ സമീപിച്ചാൽ അവനൊരിക്കലും നമ്മളെ കൈവിടില്ല. നമ്മൾ ആഗ്രഹിക്കുന്ന അനുഗ്രഹം അവിടുന്ന് നമുക്ക് നൽകും. ആ ഒരു വിശ്വാസത്തോടെ അവിടുത്തെ സമീപിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. അതോടൊപ്പം അവിടുത്തെ ആശീർവാദം ഏറ്റുവാങ്ങുകയും ചെയ്യും. ആരാധന 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 യേശുനാഥ, പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന, എന്നുമെന്നും അങ്ങേക്കാരാധന, എന്നുമെന്നും അങ്ങേക്കാരാധന.